സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു, അള്ളാഹുവിനെ കാണുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ഫഇല്ലം തകുൻ തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. എപ്പോ? അൻ തഅബ്ദുല്ലാഹ, ഇബാദത്ത് ചെയ്യുന്ന സമയത്ത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ആരാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരാധനയാകണം. നമ്മുടെ അനക്കവും അടക്കവും, ഭക്ഷണം കഴിക്കുന്നതും വാഹനത്തിൽ പോകുന്നതും ഉറങ്ങുന്നതും ഇതെല്ലാം ആരാധനയാകണം. അപ്പൊ ഈ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത അള്ളാഹുവിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നാകണം. ഏതൊരു പ്രവർത്തനത്തിലും അള്ളാഹുവിനെ മുന്നിൽ കാണുക. ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദയ്ക്ക് കഴിക്കണം. എന്തിനാ ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്? കാര്യം ഞാൻ എൻ്റെ വീട്ടിന്റെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് മേടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ അതിൽ ഞാൻ എന്തിനു മര്യാദ കാണിക്കണം? നമ്മൾ പറയല്ലേ, കൈ കഴുകണം, 2 കൈകൾ കഴുകണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. പിന്നെയോ ഭക്ഷണത്തിൽ നമ്മളോട് അടുത്ത ഭാഗത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. അതൊക്കെ ഭക്ഷണത്തിന്റെ മര്യാദകളാണ്. എന്തിനാ ഇങ്ങനെയുള്ള മര്യാദകൾ നമ്മൾ പാലിക്കുന്നത്? അതാണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അൻ തഅബ്ദുല്ലാഹ, നീ ഭക്ഷണം കഴിക്കുകയാണ്, പക്ഷേ അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. എങ്ങനെ? ഈ ഭക്ഷണം കഴിച്ചാലേ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഊർജം എൻ്റെ ശരീരത്തിന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഫകുലൂ മിമ്മാ റസഖ്നാകും ഹലാലൻ ത്വയ്യിബ, നിങ്ങൾക്ക് നമ്മൾ നൽകിയ ഭക്ഷണത്തിൽ നിന്ന് നല്ല ഭക്ഷണം, ഹലാലായ ഭക്ഷണം നിങ്ങൾ കഴിക്കണം. ആരാ നമ്മളോട് കൽപ്പിച്ചത്? ഫകുലു, അള്ളാഹ്. അപ്പൊ അള്ളാഹു കൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കുകയാണ് ഞാൻ ഇവിടെ. അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അത് എൻ്റെ ഇബാദത്താണ്. അപ്പൊ അള്ളാഹു നോക്കുന്നുണ്ട് എന്ന ചിന്തയിൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരല്പം ഭക്ഷണം പോലും പാഴായി പോകാത്ത വിധത്തിൽ വളരെ അടുത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ളത്, നല്ല ഭക്ഷണം, ഹലാലായത് നമ്മൾ കഴിക്കുക. അതാണ് ഇഹ്സാൻ. ഇനി ഇത് മറ്റൊരാൾക്ക് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോഴോ അവിടെയും ഇത് വരണം. അള്ളാഹു എന്നോട് പറഞ്ഞു, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്വതക്ക കൊടുക്കുന്നത്. അപ്പൊ അത് ഇബാദത്തായി. ഇനി ഞാൻ പഠിക്കുകയാണ് സ്കൂളിൽ, ക്ലാസ്സിൽ ഒരു പീരീഡ് അധ്യാപകരില്ലാതെ വന്നു, ടീച്ചറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സന്തോഷിക്കും അല്ലെ? ടീച്ചർ ഇല്ലാതെ വന്നാല് പ്രോക്സി പീരീഡ് വരുമ്പോ മറ്റൊരു ടീച്ചർ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് സന്തോഷം, നമുക്കിപ്പോ കളിക്കാം. പക്ഷെ പറ്റില്ല. അങ്ങനെ നമ്മൾ കളിക്കുകയാണെങ്കിലോ നമ്മളവിടെ ഇഹ്സാൻ നഷ്ടപ്പെടുത്തി. എന്താ കാര്യം? നമ്മൾ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി സ്കൂളിൽ പോകുമ്പോൾ, പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുന്നത് എന്തിനാ? അള്ളാഹു പറഞ്ഞതാണ് എന്ത്? അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അറിവ് നേടലാണ് നിങ്ങളുടെ ഇസ്ലാമിന്റെ ജീവൻ. അപ്പൊ അറിവ് നേടാൻ വേണ്ടി പോവുകയാണ്. അറിവ് നേടാൻ വേണ്ടി നമ്മൾ പോകുമ്പോ അവിടെ പഠിപ്പിക്കുന്ന ആള് വരട്ടെ വരാതിരിക്കട്ടെ, അത് അവരുടെ കാര്യമാണ്. നമ്മൾ പോയത് എന്തിനാ? പഠിക്കാൻ വേണ്ടി. അപ്പോ ആ പീരീഡ് ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. പഠിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ പോയത് പഠിപ്പിക്കാനല്ല. പഠിപ്പിക്കാൻ വന്നത് ആരാ? ടീച്ചറാണ് അല്ലെ? നമ്മൾ പോയത് പഠിക്കാനാ. ഇപ്പൊ ടീച്ചറാണോ നമുക്ക് വേണ്ടി പഠിച്ചു തരേണ്ടത്? അല്ല. അപ്പൊ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ പഠനം മുടങ്ങാൻ പാടില്ല. ടീച്ചർ വന്നാ നമ്മളുടെ പഠനത്തിന് ടീച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ 5 ദിവസം ഹെൽപ്പ് ചെയ്യുന്നവര്, ചിലപ്പോ ഒരു ദിവസമൊക്കെ മുടങ്ങിയെന്ന് വരും, മനുഷ്യരല്ലേ അല്ലേ? അപ്പൊ നമ്മൾ അത് ആസ്വദിച്ച്
നമ്മളെ ലക്ഷ്യം മാറിപ്പോകരുത്. നമ്മൾ പഠിക്കാൻ വേണ്ടി പോയത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പുസ്തകം എടുത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ടീച്ചർ മുമ്പ് പഠിപ്പിച്ചു തന്നതോ അല്ലെങ്കിൽ ഇനി പഠിപ്പിക്കാനുള്ളതോ ഒക്കെ ഒന്ന് വായിച്ച് സ്വയം അത് പഠിച്ച് മനസ്സിലാക്കാൻ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ സംശയങ്ങൾ വരും. അത് അടുത്ത ദിവസം ടീച്ചർ വരുമ്പോൾ ചോദിച്ചു മനസ്സിലാക്കണം. എന്താ കാരണം? നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇബാദത്താണ് അല്ലെ? അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം, അതൊക്കെ ഇബാദത്താണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ ടീച്ചർ വന്നോ ഇല്ലയോ എന്നതല്ല നിങ്ങളുടെ ചിന്ത, അള്ളാഹു ഉണ്ടോ ഇല്ലയോ. അള്ളാഹു നോക്കുന്നുണ്ട്. ഞാൻ പഠിക്കാൻ വന്നത് അള്ളാഹുവിന് അറിയാം, ഞാൻ പഠിക്കുകയാണോ ഇല്ലേന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അള്ളാഹു എന്നെ നോക്കുന്നുണ്ട് എന്ന ചിന്തയിൽ പഠിക്കുക. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന ഒരൊറ്റ ചിന്തയിൽ പ്രവർത്തിക്കുക. അതാണ് മാന്യത, അതാണ് ഡിസിപ്ലിൻ, അതാണ് മര്യാദ, അതാണ് ഇഹ്സാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അപ്പോഴും ഈ വന്ന ആള് എന്ത് മറുപടി പറഞ്ഞു? സദഖ്ത യാ മുഹമ്മദ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. Thank you for watching. Like, subscribe and comment your opinions. Stay tuned for next episode from Iraqib.